നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഞാൻ പറയുന്നത് വ്യക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. GOCയുടെ താങ്ക് യു. സഭയും സാമൂഹ്യ പ്രതിബദ്ധതയും എന്നുള്ള പുസ്തകമാണ് 22ാമത്തെ, അതായത് ആദ്യത്തെ പുസ്തകത്തിന് ശേഷം നിങ്ങൾ പഠനം പൂർത്തിയാക്കി എന്ന് ഞാൻ കരുതുന്നു. 2ാമത്തെ പുസ്തകം അത് അഭിമന്യ ഗീവറീസ് മാർ ഒസ്താത്യോസ് തിരുമേനി എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ 4 യൂണിറ്റ് ആണ് ഈ പുസ്തകത്തിനുമുള്ളത്. ഓരോ യൂണിറ്റിലും 6 ചാപ്റ്ററുകൾ പാഠം വീതമുണ്ട്. വളരെ വിശാലമായി വായിച്ച് പഠിക്കുവാനായിട്ട് ആഴത്തിലുള്ള അറിവുകൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ട് ഈ 1 മണിക്കൂർ നേരം കൊണ്ട് ഈ ക്ലാസ് അതിനൊരു പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ 1 മണിക്കൂർ തികയില്ല എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. എങ്കിലും ആ 1 മണിക്കൂറിനുള്ളിൽ നിന്നുകൊണ്ട്, നമ്മളുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഈ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വിവരിച്ചു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. പ്രേഷിത വൃത്തിയുടെ വേദശാസ്ത്രം, അതായത് മിഷൻ, ഒരു ദൗത്യമാണ്. മിഷൻ എന്ന് പറഞ്ഞ ദൗത്യമാണ്. അത് സുവിശേഷ വേലയാണ്, സുവിശേഷ പ്രചരണമാണ്. അത് പ്രേഷിത വൃത്തി എന്നൊരർത്ഥം കൂടെ അതിനുണ്ട്. 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രേഷിത വൃത്തിയുടെ വേദശാസ്ത്രം എന്നുള്ളതാണ്. 16ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് ആക്രമണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഈ ആക്രമണങ്ങളോട് ചേർന്ന് അവർ മതപരിവർത്തനവും തുടങ്ങി വെച്ചു. അങ്ങനെ തുടങ്ങി വെച്ച മതപരിവർത്തനം ഭീഷണിപ്പെടുത്തി മതം മാറ്റുക എന്ന ഒരു സംഗതിയിലേക്ക് വരികയും അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ പെറു അടക്കമുള്ള രാജ്യത്തിലെ രാജാവിനെ അടക്കം നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു. അവിടുത്തെ ഒരു പ്രാചീന വിഭാഗമാണ് ഇൻകാസ് എന്ന് പറയുന്ന ഒരു ജാതി. അവിടുത്തെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സമൂഹമാണ്. അവരെ എല്ലാം നിർബന്ധിച്ച് മതം മാറ്റി. അങ്ങനെ രാജാവിനോട് പറഞ്ഞു, നീയും മതം മാറിയാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന്. നമുക്കറിയാം, ഇന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അന്ന് 16ാം നൂറ്റാണ്ടിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അധിനിവേശം നടത്തിയതിനു ശേഷം പെറുവിലെ രാജാവിനോട് പറഞ്ഞു, നിനക്ക് മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയായാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിന്നെപ്പോലെ 2ാമതൊരു ക്രിസ്ത്യാനി സ്വർഗത്തിൽ കാണുമെന്നുള്ളത് കൊണ്ട് എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന്. നിങ്ങൾക്ക് ഇതിന്റെ ആശയം പിടികെട്ടി കാണും. അധിനിവേശത്തിലൂടെ, അക്രമത്തിലൂടെ മതപരിവർത്തനം നടത്തുന്നതിനെ നിശ്ചിതമായി ഒസ്താത്യോസ് തിരുമേനി എതിർക്കുകയാണ്. അതല്ല ഒരു ക്രിസ്തീയ മിഷൻ പ്രവർത്തനം എന്നുള്ളത്. ക്രിസ്തീയ പ്രേഷിത വൃത്തിയുടെ അന്തസത്ത അതല്ല എന്ന് കൃത്യമായി പുസ്തകം തുടങ്ങുമ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ, ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ തിരുമേനി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നിന്നെ പോലെ മറ്റൊരു ക്രിസ്ത്യാനി എവിടെ സ്വർഗത്തിൽ കാണുമെന്നുള്ളത് കൊണ്ട് എനിക്ക് ആ സ്വർഗം വേണ്ട. ആ രാജാവിന്റെ 2 കൈയും വെട്ടിക്കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇംഗാസ് എന്ന് പറയുന്ന ആ ആദിവാസ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട അവരുടെ രാജാവിനെ, പെറുവിലെ ഒരു രാജാവിനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചതുപോലെ തന്നെ ലോകമെങ്ങും യഥാർത്ഥ കർത്താവിന്റെ സുവിശേഷകർ, നിങ്ങൾ ലോകം മുഴുവനും പോയി എന്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതിന്റെ ആ മാനം വിട്ടുകളഞ്ഞ്, അന്തസത്ത കളഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അധിനിവേശത്തിലൂടെ, അധികാരത്തിലൂടെ ഇവരെ എല്ലാം മതം മാറ്റി തങ്ങളുടെ അടിമകളാക്കി മാറ്റാം എന്നുള്ള ഒരു ചിന്ത പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയിൽ വന്നു. അങ്ങനെ പാശ്ചാത്യ സഭയിൽ കടന്നുകൂടിയ ചിന്തയുടെ ഭാഗമായിട്ടാണ്, നിങ്ങൾക്കറിയാം, മലങ്കര സഭയും പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടെ ഇത്തരത്തിൽ കീഴ്പ്പെടേണ്ടതായിട്ട് വരികയും കൂലങ്കരുഷ സത്യത്തിലൂടെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം തിരികെ പിടിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാം. പെഡ്രോ ആദോ എന്ന് പറയുന്ന അധികാരപത്രവുമായി വന്നിട്ടുള്ള ഒരു കൂട്ടം മിഷണറി സംഘം, അതിനകത്ത് സന്യാസികളുണ്ട്, വൈദികരുണ്ട്. അവര് ഭരണ സംവിധാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട്, കൂട്ടുപിടിച്ചതുകൊണ്ട് ജനങ്ങളെ ഒന്നടങ്കം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുവാനായിട്ട് ശ്രമിച്ചു. ഈ അധിനിവേശ സ്വഭാവമുള്ള മിഷൻ പ്രവർത്തനം യഥാർത്ഥ മിഷൻ അല്ല എന്നും ക്രിസ്തുവിന്റെ സഭയ്ക്ക് ഭൂഷണമല്ല എന്നും ഒസ്താത്യോസ് തിരുമേനി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തനം, അധിനിവേശ സ്വഭാവം, അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ള ജിഹാദ് പോലെയുള്ള മതം മാറ്റ യുദ്ധങ്ങൾ ആയുധം
ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയുള്ള മതപരിവർത്തനം ക്രിസ്തുവിന്റെ സഭയ്ക്കോ ക്രിസ്ത്യാനിക്കോ ചേർന്നതല്ല. അതല്ല യഥാർത്ഥ മിഷൻ എന്ന് ഉസ്താദ് സിനിമേനി ഇവിടെ പറയുന്നു, പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നു. പിന്നെ എന്താണ് യഥാർത്ഥ മിഷൻ പ്രവർത്തനം? എന്താണ് നമ്മൾ കൈമാറ്റം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ മനപരിവർത്തനമാണ് വേണ്ടത്, മതപരിവർത്തനമല്ല. അവിടെ വേണ്ടത് മനപരിവർത്തനമാണ്. അപ്പോൾ ഒരു ആഹ്വാനം അവിടെ വേണം, ഒരു പ്രഖ്യാപനം വേണം. എന്താണ് ആഹ്വാനം ചെയ്യേണ്ടത്? എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിന് അധിനിവേശ സ്വഭാവം കാണാൻ പാടില്ല, ആക്രമണ സ്വഭാവം കാണാൻ പാടില്ല, ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനവും ആകാൻ പാടില്ല. മറിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ക്രിസ്തുവിന്റെ വെളിച്ചവും തെളിച്ചവും ഇരുളിലേക്ക് പകർന്നു കൊടുക്കുക. ആ ഇരുളിൽ ക്രിസ്തുവിന്റെ വെളിച്ചം വരുമ്പോൾ അത് മധ്യാഹ്നം പോലെ, നിഴൽ പോലും ഭീഷണിയില്ലാത്ത, നിഴലിന്റെ ഇരുട്ട് പോലും വ്യാപിക്കാത്ത മധ്യാഹ്നം പോലെ തിളങ്ങുന്ന ഒരു പകൽ കൊടുക്കണം. അത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നതോടുകൂടിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ക്രിസ്തു? ആ ക്രിസ്തു ആരാണ്? അവൻ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ പ്രതീക്ഷിച്ചിരുന്ന മശിഹായാണ്, അവൻ അഭിഷിക്തനാണ്. ഇങ്ങനെ തങ്ങൾ കണ്ടതും അറിഞ്ഞതുമായ ക്രിസ്തുവിനെ ശിഷ്യന്മാർ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. അതാണ് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവാൻ പറഞ്ഞത്. നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്താ സാക്ഷിക്കേണ്ടത്? കർത്താവിന്റെ സുവിശേഷം. അവന്റെ ജീവിതം ഒരു സുവിശേഷമായിരുന്നു, അവന്റെ വാക്കുകൾ ഒരു സുവിശേഷമായിരുന്നു. അവൻ വന്നത് തന്നെ താണിറങ്ങി വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ കൂടാരമടിച്ചു പാർത്തു എന്നാ പറയുന്നത്. ഏസ്കെനോസൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. കൂടാരമടിച്ചു പാർത്ത ക്രിസ്തു. അതിനുശേഷം അവൻ ഇവിടെ മരിച്ച് അടക്കപ്പെട്ട് നമുക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഉയർപ്പ് കടിഞ്ഞൂലായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മരണത്തിന്റെ എല്ലാ കരാള ഹസ്തങ്ങളിൽ നിന്നും നമുക്ക് എന്ത് നൽകി? ഉയർപ്പിന്റെ പ്രത്യാശ നൽകി. നമ്മളിപ്പോൾ ഉയർപ്പിലേക്ക് അടുത്തു വരികയാണ്. അതാണ് ഏറ്റവും വലിയ നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളോട് പറയേണ്ടത് എന്താ? ഒരു നാട്ടിൽ ചെന്ന് അല്ല ഇരുളിലിരിക്കുന്ന ഒരു സമൂഹത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടത് എങ്ങനെയാണ്? ക്രിസ്തു ആരാണ്? എങ്ങനെയാണ് അവനെ പരിചയപ്പെടുത്തേണ്ടത്? അധിനിവേശ സ്വഭാവം പാടില്ല, ആക്രമണ സ്വഭാവം പാടില്ല, ഭീഷണിപ്പെടുത്തി മതം മാറ്റം പാടില്ല. യഥാർത്ഥ മിഷനറികൾ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഏക കാര്യം രക്ഷയുടെ സമ്പൂർണ്ണ അളവുകോൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. രക്ഷയുടെ സമ്പൂർണ്ണ അളവുകോൽ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പങ്കുവെക്കണം. അതാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം. ക്രിസ്തുവാണ് രക്ഷയുടെ ആധാരമായിട്ടുള്ളത്. അപ്പൊ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലല്ലാതെ സമ്പൂർണ്ണ രക്ഷ മറ്റെങ്ങുമില്ല. ഏക രക്ഷകൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമുക്ക് ഒരു കാര്യത്തിലുണ്ടല്ലോ, ക്രിസ്തുശാസ്ത്രം അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയിരിക്കുന്നവരുമായിട്ടുള്ള പരിശുദ്ധന്മാരൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ട്, വാങ്ങിപ്പോയവരുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായിട്ടുള്ള വിശുദ്ധരുടെ പ്രാർത്ഥനാ സഹായം നമുക്കുണ്ട്. പക്ഷെ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ അവിടുത്തെ ഒരു വ്യത്യാസം, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെങ്കിലും മറ്റുള്ളവരുടെ മധ്യസ്ഥത വിലക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്, മറ്റുള്ളവരുടെ മധ്യസ്ഥത അവിടെ വിലക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിട്ടുള്ള എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. അപ്പൊ ആ ഏക മധ്യസ്ഥത എവിടെയാണ് യഥാർത്ഥത്തിൽ വരുന്നത്? പരമമായി ആ ഏക മധ്യസ്ഥതയുടെ ആവശ്യം വരുന്നത് ന്യായവിധിയുടെ സമയത്താണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് വെട്ടിക്കളയുവാൻ സാധ്യതയുള്ള സമയത്ത് പിതാവാം ദൈവത്തോട് ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന് മാത്രമേ നമ്മെക്കുറിച്ച് പക്ഷാഭേദം കഴിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയുടെ ആ ഒരു പരമാധികാരം വെളിപ്പെടുന്നത് അന്ത്യന്യായവിധിയുടെ സമയത്ത്. അങ്ങനെ ഇരിക്കെ മറ്റുള്ളവരുടെ മധ്യസ്ഥതയൊക്കെയും നമ്മൾ നിലനിൽക്കുന്നതാണെന്നും അത് പൂർണ്ണമായി വിലക്കുന്നില്ല. യേശു ക്രിസ്തു അനേക മധ്യസ്ഥത എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു മധ്യസ്ഥരുടെ മധ്യസ്ഥയെ നമ്മൾ വിലക്കുന്നില്ല. പക്ഷെ രക്ഷ സംബന്ധിച്ച് പറയുമ്പോൾ രക്ഷയുടെ കൂട്ടവകാശികളായിട്ടുള്ള നമ്മൾ എല്ലാവരും ഈ രക്ഷ ക്രിസ്തുവിലൂടെയാണെന്നുള്ള യാഥാർത്ഥ്യം
മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഒന്നാമതായിട്ടുള്ള മിഷന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരണ പറയുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷ അത് ക്രിസ്തുവിൽ നിന്നാണ്. ഏക രക്ഷകൻ ക്രിസ്തുവാണ്. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ സഭ മിഷൻ പ്രവർത്തനം നടത്തുമ്പോൾ യേശുവിനെ കുറിച്ച് അറിയാത്തവരുടെ അടുക്കിലേക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അവൻ ഏക രക്ഷകൻ എന്നാണ്. രണ്ടാമത്, മാനവരാശിക്ക് മുഴുവനായിട്ടുള്ള ഏക ഇടയനാണ് ക്രിസ്തു. മാനവരാശിയുടെ ഏക ഇടയനാണ് ക്രിസ്തു. ഒരുപാട് ഇടയന്മാരും ഗുരുക്കന്മാരും ഉണ്ട്. അവരിൽ ഒരാളാണ് ക്രിസ്തു എന്ന് പറയാതെ ഏക ഇടയനാണ് ക്രിസ്തു. അതിനുള്ള ബൈബിൾ വാക്യം വിശുദ്ധ യോഹന്നാന്റെ ശ്ലീഹായി സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഒരേ ഇടയനും ഒരേ ആട്ടിൻ പറ്റവുമായിട്ട് മാറണം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. ആർക്കാണ്? ക്രിസ്തു പറഞ്ഞതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 10:16 അങ്ങനെ ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളെ കൂടെ എന്റെ ആട്ടിൻ പറ്റമാക്കി മാറ്റുവാൻ എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്റെ പിതാവ് ആകർഷിച്ചിട്ട് എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ന്യായവിധിയുടെ സമയത്ത് പോലും തള്ളിക്കളയില്ല. അത് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ രക്ഷ നൽകുന്ന ഏകരക്ഷകനായ ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ്. അവന്റെ ആട്ടിൻപറ്റമാകുവാനുള്ള ക്ഷണം നമ്മൾ മറ്റുള്ളവരോട് പറയണം. അപ്പോൾ അവനാണ് യഥാർത്ഥത്തിലുള്ള ആട്ടിടയൻ. ആ തൊഴുത്തിൽ അംഗമാകുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സഭയുടെയാണ്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അപ്പൊ 3 കാര്യമാണ്. അവൻ ഏക രക്ഷകനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനവരാശിക്ക് ഏകനായിട്ടുള്ള ഒരിടയനാണ്. മറ്റിടയന്മാരുടെ കൂട്ടോ ഗുരുക്കന്മാരുടെ കൂട്ടോ അല്ല, അവൻ ഏക ഇടയനാണ്. നമ്മൾ അവൻ ഏക ആട്ടിൻ പറ്റമായി തീരണമെന്നുള്ള വലിയ ആഹ്വാനമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. മൂന്നാമത്തത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ എന്നേക്കും അനന്യനാണ് എന്നുള്ള വലിയൊരു സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത്. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. പിതാവാം ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. കേട്ടു. പുരാതനനായ ദൈവം, അതായത് ക്രിസ്തുവിനോടൊപ്പം പുരാതനനായ ദൈവം, യഹോവയായ പിതാവാം ദൈവത്തോടൊപ്പം അനാദിയായ കാലം മുതൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ് 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ സ്ഥാപിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ അനാദിയായ വചനത്തിന്റെ പുരാതനത്വം, അതിപ്രാചീനനായ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ദൈവമായ ക്രിസ്തു, വചനമായ ക്രിസ്തു, അവൻ എന്താണ്? ഇന്നലെയും അനന്യനാണ്, ഇന്നുമുണ്ട്, എന്നേക്കും അനന്യനാണ്. അപ്പൊ കാര്യമാത്ര പ്രസക്തനും സവിശേഷതയുള്ളവനുമായ ക്രിസ്തു അനന്യനാണ്. അവൻ നമ്മളുടെ ഇടയനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്. ഈ യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പൊ നിങ്ങളത് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലായി കാണും. ഈ ഒസാദ്യ സിനിമേനി വളരെ ഗഹനമായിട്ട് ഈ കാര്യം നമ്മളോട് പറയുകയാണ്. രണ്ടാമതായിട്ടുള്ളത് ദൈവത്തിന്റെ പ്രേഷിത സ്വഭാവം ഇവിടെ കാണാം. അയക്കപ്പെട്ടവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, നമ്മുടെ സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചത് എങ്ങനെയാണ്? പിതാവാം ദൈവം തന്റെ പുത്രനെ അയച്ചതുപോലെയാണ് ശിഷ്യന്മാരെ പുത്രൻ തമ്പുരാൻ അയച്ചത്. അതുപോലെ ശിഷ്യന്മാർ നമ്മളെ അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളും സ്നേഹന്മാരാണെന്ന് പറയുന്നത് തെറ്റില്ല, നമ്മൾ അപ്പോസ്തലന്മാരാണെന്ന് ആ അർത്ഥത്തിൽ തെറ്റില്ല. കാരണം നമ്മൾ അയക്കപ്പെട്ടവരാണ്. അപ്പൊ ഈ പ്രേഷിത വൃത്തി തുടങ്ങുന്ന ആരിൽ നിന്നാണ്? സത്യത്തിൽ ദൈവത്തിൽ നിന്നാണ് പ്രേഷിത വൃത്തി തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്രേഷിത വൃത്തിയെ സംബന്ധിച്ച് പഴയ പ്രേഷിത വൃത്തിക്ക് കുറെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, ആധികാരികമായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായത്തിൽ ആഴം ഗ്രഹിക്കാതെ ചില സുവിശേഷം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഈ നിർബന്ധിത മാമോദീസ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും കേൾക്കാമല്ലോ? അതിനകത്ത് ചില ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എപ്രകാരമാണ് ദൈവപുത്രൻ
തൃത്വ സ്നേഹം ലോകവുമായി പങ്കിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷിത വൃത്തിയുടെ തുടക്കം ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്നാണ്. ദൈവം തന്റെ പുത്രനെ അയച്ചു തന്നെ ഒരു പ്രേക്ഷിത വൃത്തിയാണ്, ഒരു മിഷൻ പ്രവർത്തനമാണ്. അങ്ങനെയെങ്കിൽ നമ്മളെയും ആരയച്ചിരിക്കുന്നു? കർത്താവിന് ശിഷ്യന്മാർ അയച്ചിരിക്കുന്നു. സഭ മുഖാന്തരമായിട്ട് നമ്മളും പ്രേക്ഷിത വൃത്തി ചെയ്യുന്നവരാണ്, നമ്മളും സ്ത്രീഹന്മാരാണ്, നമ്മളും അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആണ് സ്ത്രീഹന്മാർ അല്ലെ അപ്പോസ്തലർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി അയക്കപ്പെട്ടവരാണ്? ഒരു ദൗത്യവുമായിട്ട് അയക്കപ്പെട്ടവരാണ്. മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. നമ്മളോട് തന്നെ ചോദിക്കുക, ആ ദൗത്യം നമ്മൾ നിറവേറ്റുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആ ദൗത്യം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം ജഡധാരണം ചെയ്ത് മനുഷ്യത്വത്തെ ദൈവീകരിച്ച് അതുപോലെ ദേശീയതയെ ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ മിഷൻ പ്രവർത്തനം ചെയ്യണം. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ട്, രാജ്യത്തിന്റെ തനത് ശൈലി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ദൈവം മനുഷ്യനായി തീർന്നോ, ദൈവം എങ്ങനെ ജഡാവതാരം ചെയ്ത് മനുഷ്യനായി തീർന്നോ, താണിറങ്ങി വന്നതുപോലെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ രാജ്യത്തിന്റെ തനത് സംസ്കാരത്തെ മാനിച്ച് അവിടുത്തെ ജനത്തിന്റെ വിദ്യാഭ്യാസം അറിഞ്ഞ് നമ്മൾ മിഷൻ പ്രവർത്തനം ചെയ്യണം. നമ്മളുടെ അറിവുകൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയല്ല, അതാത് നാടിന്റെ പ്രവർത്തന ജീവിത ശൈലികൾ മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യണം. രണ്ടാമത്, ധനവാൻ ദരിദ്രരുമായി അവരുടെ ദാരിദ്ര്യം പങ്കിട്ട് അവരെ ധനവാന്മാരാക്കിയതുപോലെ പ്രേക്ഷിതർ താണിറങ്ങി താണവരെ ഉയർത്തണം. ദൈവം താണിറങ്ങി താണവരെ ഉയർത്തിയതുപോലെ പാവപ്പെട്ടവരോടും പതിതരായിട്ടുള്ള ആളുകളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ക്രിസ്തുവിനോടും ഉള്ളതായിട്ടുള്ള ഒരു പക്ഷമുണ്ട്, അവന്റെ ഒരു ചായ്വുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പക്ഷം, നസ്രയത്ത് മാനിഫെസ്റ്റോ എന്ന് പറയും, ദരിദ്രരോടുള്ള പക്ഷമുണ്ട്. അതുപോലെ തന്നെ ഈ വർത്തമാനം പറയുന്നവരൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണേ. മ്യൂട്ട് ചെയ്യാതെ വർത്തമാനം പറയരുതേ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും താണിറങ്ങി ദരിദ്രരുമായിട്ട് സഹവസിച്ച് അവരെ സ്വീകരിക്കുവാനും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും ബാധ്യതയുണ്ട്. അത് സ്ഥാപനവൽക്കരണത്തെ കുറിച്ചല്ല. സത്യത്തിന് സ്ഥാപനവൽക്കരണത്തിനെതിരാണ്. സത്യത്തിന് സ്ഥാപനവൽക്കരണത്തിന് ഒരു പരിധി വരെ എതിരാണ്. കാരണം യഥാർത്ഥ മിഷൻ പ്രവർത്തനത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ പോവുകയാണെങ്കിൽ സ്ഥാപനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, പള്ളികൾ, ഇതെല്ലാം സ്ഥാപനവൽക്കരണത്തിലേക്ക് പോയാൽ അപകടമാണ്. പക്ഷേ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് ശുഭോദർക്കമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് താനിറങ്ങി വന്ന് എന്തോ ഈ ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കാൻ ആവശ്യപ്പെടാം. സെൻട്രലിൽ മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സെൻട്രലിൽ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്തോളാം. ഓക്കെ. അച്ഛാ, അതേപോലെ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെയും കൂടെ ഒന്ന് ലെറ്റിൻ ചെയ്യണേ. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാം. അപ്പൊ ദരിദ്രരുമായി താണിറങ്ങി അവരെ ഉയർത്തുവാനുള്ള കടമ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മനുഷ്യാവതാരം പ്രേക്ഷിതത്വം മാത്രമല്ല, ലോകവുമായിട്ടുള്ള ദൈവത്തിന്റെ വലിയൊരു സംവാദം കൂടെ, ഡയലോഗ് എന്നാ പറയുന്നത്, അത് വലിയൊരു സംവാദം കൂടെ ആയിരുന്നു. ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന വിജാതീയനായ ശതാധിപന്റെ വിശ്വാസം കർത്താവ് തിരിച്ചറിഞ്ഞതുപോലെ ക്രിസ്ത്യാനികളല്ലാത്ത ഉദാത്ത വിശ്വാസവും നന്മയും കാണുവാനും അവരിലെ നന്മയെ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഇത് നമുക്ക് വലിയൊരു മുൻധാരണയുള്ളത്, നമ്മൾ മാത്രം വളരെ ശ്രേഷ്ഠതയുള്ളവരും ബാക്കി സമൂഹങ്ങളൊക്കെയും അപരിഷ്കൃതരുമാണെന്നൊരു ചിന്ത എവിടെയോ മനസ്സിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ വരേണ്യവർഗത്തിൽപ്പെട്ടവരാണെന്നുള്ള ഒരു ജാത്യോത്കൃഷ്ടം എങ്ങനെയോ വന്നിട്ടുണ്ട്. അത് നല്ലതാണ്, ആത്മാഭിമാനം നല്ലതാണ്. പക്ഷേ മറ്റുള്ളവരെ കുറച്ച് കാണാനായിട്ട് പാടില്ല. അവരിലെ നന്മ ഉൾക്കൊണ്ട് അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് എന്നിവിടെ പറഞ്ഞു വെക്കുന്നു. അവസാനമായിട്ട് ഈ ശിഷ്യത്വത്തിന്റെ കാതൽ സംബന്ധിച്ച് പറയുന്നു. ശിഷ്യത്വം സ്വീകരിച്ച് ക്രിസ്തുവിനെ പിൻപറ്റിയവർ സ്വമാതൃകയാൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കണം. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ക്രിസ്തുവിനെ നമ്മൾ പിൻപറ്റിയവരാണ്, ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവരാണ്, വിശുദ്ധ മാമോദിസ സ്വീകരിച്ചവരാണ്. പക്ഷേ നമ്മൾ സ്വയം മാതൃകയായി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റിയാൽ, അങ്ങനെ സാധിച്ചാൽ നമ്മളുടെ മിഷൻ പ്രവർത്തനം, നമ്മളുടെ ജീവിതം തന്നെ ഒരു മിഷൻ പ്രവർത്തനമായിട്ട് മാറുമെന്ന് ഉസ്താദ് യൂസിലിമി ഇവിടെ പറയുകയാണ്. കർത്താവിന്റെ പാതാള പ്രവേശനം അത് ഏറ്റവും വലിയൊരു മിഷൻ പ്രവർത്തനമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതാള പ്രവേശനം ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനമായിരുന്നു. അനുസരണക്കേടിനാൽ വഴിതെറ്റിപ്പോയവരെ പത്രോസ്ലീഹ അത് പറയുന്നുണ്ട്, തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് മരണാനന്തരം പാതാളത്തിലേക്ക് ഇറങ്ങി അവരോട് സുവിശേഷം അറിയിച്ചു. അത് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ, പ്രേക്ഷിത വൃത്തിയുടെ, സുവിശേഷ ദൗത്യത്തിന്റെ ഉദാത്ത ഉദാഹരണമാണ് കർത്താവിന്റെ പാതാള പ്രവേശനം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, പിശാചിന് രക്ഷയുണ്ടോ എന്ന്. അപ്പോൾ അത് പിശാചിന്റെ രക്ഷ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ വളരെ ഭയങ്കരമായി വിശാലമായിട്ട് പറയുന്നുണ്ട്. പിശാചിന് രക്ഷയില്ല എന്ന്. കാരണം നിത്യ ജീവനെ കുറിച്ച് പറയുമ്പോൾ ദൈവം മാത്രമാണ് നിത്യനായിട്ടുള്ളതെന്നും നിത്യ നരകമില്ല എന്നും ഉസ്താദ് തിരുമേനി ആവർത്തിച്ച് പറയാറുണ്ട്. നിത്യ നരകമില്ല, കാരണം നിത്യമായിട്ടുള്ളത് ദൈവം മാത്രമാണ്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും രക്ഷയില്ലേ? രക്ഷയുടെ അനുഭവം എല്ലാവർക്കും ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഒറിഗൻ പോലും, പഴയ സഭാപിതാവായ ആദിമ നൂറ്റാണ്ടിലെ ഒരു പിതാവായ ഒറിഗൻ പോലും പറയുന്നത്, സാത്താന്റെ രക്ഷയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ച് പറയുന്നത്, സാത്താന് ദൈവസാദൃശ്യം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം സാത്താൻ ദൈവത്തിന്റെ സൃഷ്ടിയല്ല. സൃഷ്ടിയുടെ ഇവിടെ പറയുന്നത്, സൃഷ്ടികർമ്മത്തിന്റെ ഭാഗം പറയുമ്പോൾ സാത്താന്റെ സൃഷ്ടിയെക്കുറിച്ച്, മാലാഹിയുടെ സൃഷ്ടിയെക്കുറിച്ചൊന്നും അവിടെ വർണ്ണിക്കുന്നില്ല. നിത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ത്രിയേകൻ മാത്രമേ നിത്യനായിട്ടുള്ളൂ. നിത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, അവൻ പറഞ്ഞിരിക്കുന്ന ത്രിയേകൻ എന്നാ ഉസ്താദ് സിനിമയിൽ പറയുന്നത്, ആ ത്രിയേകൻ മാത്രമേ നിത്യമായിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ പിശാചിനെ സംബന്ധിച്ച് പറയുന്നത്, പിശാച് എന്താണ്? ആദ്യം പ്രവർത്തിപ്പാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് പിശാച്. അതായത് ആദ്യം പ്രവർത്തിപ്പാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. അതിന് പറയുന്നത് പൊട്ടൻഷ്യൽ നെഗറ്റിവിറ്റി എന്നാ പറയുന്നത്, നിഷേധാത്മകത. ആദ്യം പ്രവർത്തിക്കുവാൻ അതിന് സാധ്യതയില്ല. പിശാചിനെ കുറിച്ചാണ്, അല്പം ഫിലോസഫിക്കലാണ്. രണ്ടാമത് പറയുന്നത്, സൃഷ്ടി മുതൽ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിഷേധാത്മകതയാണ് എന്ത്? ആക്റ്റീവ് നെഗറ്റിവിറ്റി പിശാച്. അതായത് സൃഷ്ടിക്ക് ശേഷം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല, പിശാചിന്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല. അപ്പം അതിനു മുമ്പ് പ്രവർത്തിക്കാൻ സാധിക്കാതിരുന്ന ഒരു നെഗറ്റിവിറ്റിയാണ്, നിഷേധാത്മകതയാണ്. അതിന് അദ്ദേഹം കൊടുക്കുന്ന പേര് പൊട്ടൻഷ്യൽ നെഗറ്റിവിറ്റി എന്നാണ്. എന്നാൽ സൃഷ്ടിക്ക് ശേഷം വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം വരെ ഈ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പറയുന്ന ആക്റ്റീവ് നെഗറ്റിവിറ്റി എന്നാണ്. അതായത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ആക്റ്റീവായിട്ട് നിലനിന്നിരുന്ന ഒരു നിഷേധാത്മകത. വീണ്ടും പറയുന്നു, പിന്നീട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് അന്തിമ വീണ്ടെടുപ്പിന് ശേഷം ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു നിഷേധാത്മകത, ക്യാപ്റ്റീവ് നെഗറ്റിവിറ്റി. അപ്പൊ ഒരു വ്യക്തമാണ്, ഈ സാത്താൻ അനുദപിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഒരു നിഷേധാത്മകത പിശാചിൽ എന്നും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ക്യാപ്റ്റീവ് നെഗറ്റിവിറ്റിയാണ് ഈ വീണ്ടെടുപ്പിന് ശേഷം ഈ പിശാചിന് സംഭവിക്കാൻ പോകുന്നത്. ഒരു വീണ്ടെടുപ്പ് മനുഷ്യനാണ്. കാരണം മനുഷ്യന് ദൈവിക സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട, വ്യത്യാസം മനസ്സിലാക്കണം, മനുഷ്യൻ ദൈവിക സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ അവന് സൃഷ്ടിയുടെ അവസാനം ഒരു വീണ്ടെടുപ്പുണ്ട്. എന്നാൽ പിശാച് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എന്തില്ല, അവന് ഒരു വീണ്ടെടുപ്പില്ല. പിന്നെ അവനോടുള്ള രക്ഷയുടെ അനുഭവത്തിൽ പങ്കാളിത്തം കിട്ടാത്തതിന്റെ കാരണം വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളെ വഴിതെറ്റിച്ചതിനാൽ അവൻ എന്തില്ല, രക്ഷയുടെ അനുഭവം ഇല്ല, ക്യാപ്റ്റീവ് നെഗറ്റിവിറ്റിയിലേക്ക് പോകും എന്നാ പറയുന്നത്. അവസാനം ചങ്ങലയിൽ അവശേഷിക്കപ്പെടുന്ന ഒരു പിശാചിനെയാണ് ഉസ്താദ് സിനിമയിൽ ഇവിടെ പറയുന്നത്. ഉദാഹരണ സഹിതം പറയുന്നത്, യൂദ 6-ാം അധ്യായത്തിൽ ഇപ്രകാരമുണ്ട്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദ 6. അതുകൂടാതെ വീണ്ടും പറയുന്ന വെളിപാട് പുസ്തകത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അവരെ, മറ്റാരെയുമല്ല, വിശുദ്ധന്മാരെ
വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകന്മാരും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പൊ വളരെ വ്യക്തമാണ്, പിശാച് ക്യാപ്റ്റീവ് നെഗറ്റിവിറ്റിയിലേക്ക് പോകും, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് എന്നേക്കുമായിട്ട് കിടക്കും. കാരണം അവൻ വിശുദ്ധന്മാരെ വഞ്ചിച്ചവനാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ത്രിയേക ദൈവം മാത്രമാണ്. നിത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ത്രിയേക ദൈവം മാത്രമാണ്. വീണ്ടും ഉസ്താദ് തിരുമേനി ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പ്രേഷിത വൃത്തി ദൈവശാസ്ത്ര വെളിച്ചത്തിൽ, ദൈവശാസ്ത്രമുണ്ട്, നരവംശാസ്ത്രമുണ്ട്, പ്രപഞ്ചശാസ്ത്രമുണ്ട്. പക്ഷെ ഇതൊന്നും സമ്പൂർണമല്ല, ഇതൊന്നും പൂർണ്ണമല്ല. ദൈവത്തെ അറിയുക എന്നുള്ളത് നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ദൈവത്തെ അറിയുക എന്നുള്ളത് കേവല ബുദ്ധി കൊണ്ട് സാധിക്കുന്നതല്ല. കേവല ഭാഷ കൊണ്ട് നമുക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയില്ല. ഭാഷയുടെ പരിമിതി കൊണ്ട് ദൈവശാസ്ത്രത്തിൽ ദൈവത്തെ വ്യാഖ്യാനിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സഭയുടെ പരിണാമത്തിൽ, സഭയുടെ വളർച്ചയിൽ ഉണ്ടായ ധാരാളം സ്കിസംസ് അല്ലെങ്കിൽ വിള്ളലുകൾ, അല്ലെങ്കിൽ സഭകൾ പലതായിട്ട് അടർന്നു മാറാനുള്ള ഒരു കാരണം ഈ ഭാഷയുടെ പരിമിതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഭാഷയുടെ പരിമിതി നമുക്കുള്ളത് കൊണ്ട് ദൈവം ഇന്നതാണ് എന്ന് ക്ലിപ്തപ്പെടുത്തി കൃത്യമായി പറയുന്നതിന് പരിമിതികളുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പം എന്താണ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം? അങ്ങനെ ഒന്നുണ്ടോ? ദൈവശാസ്ത്രം ഉണ്ട്, നമുക്കറിയാം. നരവംശാസ്ത്രമുണ്ട്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രമുണ്ട്. അപ്പൊ എന്താണ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം? ഉസ്താദ് തിരുമേനി പറയുന്നത് അദ്വൈതവും ഏകദൈവ വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ത്രിയേക ദൈവം എന്ന തൃത്വ രഹസ്യത്തിലുള്ള വിശ്വാസമാണ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം. ഒന്നുകൂടെ പറയാം, അദ്വൈതവും ഏകദൈവ വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ത്രിയേക ദൈവം എന്ന തൃത്വ രഹസ്യത്തിലുള്ള വിശ്വാസമാണ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം. അതായത് അദ്വൈതം എന്ന് പറഞ്ഞാല് ദ്വൈതമല്ല എന്നതിനർത്ഥം. ദ്വൈതമല്ല എന്ന് കേവല അദ്വൈതം, അതായത് ശ്രീശങ്കരൻ വികസിപ്പിച്ച, ശങ്കരാചാര്യർ വികസിപ്പിച്ച ഒരു അദ്വൈതമാണ്. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ഏകനാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഏകമാണ്, ദൈവം രണ്ടല്ല. ഇതാണ് ശങ്കരാചാര്യർ വികസിപ്പിച്ച അദ്വൈതം എന്ന് പറയുന്നത് ഹിന്ദു ഫിലോസഫിയിൽ. അപ്പോൾ ദൈവം പിന്നെ കടമെടുത്തിരിക്കുകയാണ്. ദ്വൈതമാണ് എന്ന് പറഞ്ഞിരുന്ന ബ്രഹ്മവും ലോകവും, ഇതാണ് ദ്വൈതം, ബ്രഹ്മവും ലോകവും. ആ ദ്വൈതത്തെ മാറ്റി അതൊന്നാണെന്ന്, ഒരേ സാരാംശമാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉസ്താദ് തിരുമേനി പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് അദ്വൈതം. കാരണം ദൈവം രണ്ടല്ല, ദൈവം ഒന്നാണ്. ഉസ്താദ് തിരുമേനി പറഞ്ഞു ദൈവം ഒന്നല്ല, രണ്ടല്ല, ദൈവം മൂന്നാണ്. ഈ മൂന്നിലാണ് ബഹുത്വമുള്ളത്. ഒന്നുകൂടെ കേട്ടണം, മൂന്നിലാണ് ബഹുത്വമുള്ളത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ വൈവിധ്യമുള്ളത് എവിടാണ്? ഒന്നിലും രണ്ടിലുമല്ല, മൂന്നിലാണ്. അപ്പൊ ഈ മൂന്നിൽ വൈവിധ്യമുണ്ട്, പക്ഷെ അവരൊന്നാണ്, അവരേകമാണ്. അതുകൊണ്ടാണ് ഉസ്താദ് തിരുമേനി തൃത്വത്തിലെ സ്നേഹത്തിന്റെ അവർണ്ണനീയതയെ കുറിച്ച് അങ്ങ് വാചാലമാകുന്നത്. ഈ പുസ്തകം അടിമുടി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. തൃത്വത്തിലെ ദൈവാധിഷ്ഠിത സ്വഭാവം, തൃത്വത്തിലെ മിഷണറി പ്രവർത്തനം, ഇങ്ങനെ തൃത്വത്തെക്കുറിച്ച് അങ്ങ് ഉസ്താദ് തിരുമേനി വാചാലമായി പറയുന്നതിന്റെ കാരണം തൃത്വത്തിൽ ബഹുത്വമുണ്ട്, തൃത്വത്തിൽ ഏകത്വമുണ്ട്. തൃത്വത്തിലെ ബഹുത്വത്തിനകത്ത് എന്തുണ്ട്? ഏകത്വമുണ്ട്. അപ്പൊ ഏക സാരാംശമായി മൂന്ന് ആളത്വങ്ങളിലായി എന്ത് നിലനിൽക്കുന്നു? തൃത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് മൂന്ന് ദൈവം എന്നല്ല, ത്രിയേക ദൈവമാണ്, ത്രിയേക ദൈവമാണ്. മൂന്ന് ആളത്വങ്ങളിൽ, മൂന്ന് ആളത്വങ്ങളിൽ ഏക സാരാംശമായി നിലനിൽക്കുന്നു. മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയും, ഒന്ന് ഊസിയ എന്ന് പറയും. അതായത് ഊസിയ എന്ന് പറഞ്ഞാൽ ഏക സാരാംശം, മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാല് മൂന്ന് ആളത്വം, അല്ലേ? അപ്പൊ ഈ മൂന്ന് രൂപകളായി ഏക സാരാംശമായി നിലനിൽക്കുന്ന ത്രിയേക ദൈവത്തിന്റെ വർണ്ണിക്കാൻ പറ്റാത്ത നിസ്വാർത്ഥ സ്നേഹത്തെക്കുറിച്ചാണ് ഉസ്താദ് തിരുമേനി ഈ ബുക്കിൽ അടിമുടി പറയുന്നത്. അപ്പം സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിന്റെ മർമ്മം ഒളിഞ്ഞു കിടക്കുന്ന, ഒന്നുകൂടെ പറയാം, അദ്വൈതവും ഏകദൈവ വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ത്രിയേക ദൈവം എന്ന തൃത്വ രഹസ്യത്തിലുള്ള വിശ്വാസമാണ് സമ്പൂർണ്ണ ദൈവശാസ്ത്രം. അപ്പൊ ഈ ഭാഗം മനോഹരമായിട്ട് തിരുമേനി വർണ്ണിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് സമ്പൂർണ്ണ മിഷൻ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മ പ്രവർത്തനം കൂടെയാണ്. സമ്പൂർണ്ണ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തി കൊടുക്കുന്ന ഒരു പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഈ പരിശുദ്ധാത്മ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം.
1573 വാൽഡൻസസ് സഭയുടെ ഏറ്റുപറച്ചിലിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രേഷിത വൃത്താന്തത്തിന് നല്ലൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: പ്രേഷിതത്വം വിശുദ്ധ തൃത്വത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ചിന്തയിൽ ആരംഭിച്ച് നിശ്ചയിച്ചതും എല്ലാ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച് സകല ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും എണ്ണിക്കൂടുവാൻ പാടില്ലാത്ത വലിയ പുരുഷാരത്തെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ് മിഷന്റെ ആഗോള പ്രസക്തി എന്ന് പറഞ്ഞാൽ. മിഷൻ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ നേച്ചർ അതിനുണ്ട്, ആഗോള പ്രസക്തി അതിനുണ്ട്, ആഗോള ഭാവമുണ്ട്. എന്നുവെച്ചാൽ സാർവത്രിക ഭാവം. മിഷൻ ഒരു സാർവത്രിക ഭാവമുണ്ട്. അത് എനിക്കും നിങ്ങൾക്കും അത് ചെയ്യാം, പ്രാദേശികമായി ചെയ്യാം, പ്രാദേശിക സഭകൾക്ക് ചെയ്യാം, എനിക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായി ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മിഷന്റെ ആഗോള ഭാവം നഷ്ടപ്പെടുത്തി കളയരുത്. എന്താണ് ആ മിഷന്റെ ആഗോള ഭാവം? നിങ്ങൾക്കറിയാമോ? അത് ത്രിയേക ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന നിത്യസ്നേഹമാണ്. എന്നോട് പറയുക, മിഷന്റെ ആഗോള ഭാവം എന്താണ്? അധിനിവേശ സ്വഭാവമല്ല, അഹങ്കാരമല്ല, കടന്നുകയറ്റമല്ല, പിടിച്ചടക്കലല്ല, അക്രമമല്ല, പിന്നെ ത്രിയേക ദൈവത്തിൽ വെളിപ്പെട്ടു വരുന്ന നിത്യസ്നേഹമാണ്. ആ നിത്യസ്നേഹമാണ് എവിടെ കാണേണ്ടത്? മിഷന്റെ ആഗോള സ്വഭാവമായി കാണേണ്ടത്. ആ മിഷന്റെ ആഗോള സ്വഭാവമായി കാണേണ്ട ആ നിത്യസ്നേഹം എങ്ങനെ ത്രിയേക ദൈവത്തിൽ വിളങ്ങുന്നുവോ അപ്രകാരം നമ്മളിലും വിളങ്ങണമെന്ന് കൃത്യമായിട്ട് ഇവിടെ ഈ പറയുന്നു. അപ്പൊ സമ്പൂർണ്ണ ദൈവശാസ്ത്രം എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അദ്വൈത എന്ന് പറയുന്ന രണ്ടല്ല എന്ന ആ സാരാംശത്തിൽ അവരൊന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അതിനുശേഷം രാമാനുജൻ വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞ ഒരു തിയറി കൊണ്ടുവന്നു, ഒരു പിന്നെ വേദാന്തം കൊണ്ടിരുന്നു. അങ്ങനെ ആ വിശിഷ്ട അദ്വൈതത്തിൽ പറയുന്നത് ആളത്തങ്ങളെ കുറിച്ചാണ്. അതായത് വ്യത്യസ്ത ആളത്തങ്ങളുണ്ട്. അപ്പം ഉസ്താദ് തിരുമേനി എന്താ ചെയ്ത്? വിശിഷ്ട അദ്വൈതത്തെയും കേട്ടോണം, കേവല അദ്വൈതത്തെയും, കേവല അദ്വൈതത്തിൽ പറയുന്ന ഒന്നാണെന്നുള്ള സങ്കല്പമാണ്, രണ്ടല്ല ഒന്നാണ്. അപ്പൊ കേവല അദ്വൈതത്തിൽ രാമാനുജൻ പറഞ്ഞ ഒന്നാണെന്നുള്ള ആ സത്തയും, വിശിഷ്ട അദ്വൈതത്തിൽ രാമാനുജൻ പറഞ്ഞ രണ്ടാളത്തങ്ങളാണെന്നുള്ള സത്തയും കൂടെ എടുത്തിട്ട് ഉസ്താദ് തിരുമേനി പറഞ്ഞത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇത് രണ്ടിന്റെയും അർത്ഥം അടങ്ങുന്നത് ത്രിയേക ദൈവത്തിൽ മാത്രമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഉസ്താദ് തിരുമേനി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണ് ദൈവഹിത പ്രകാരമുള്ള മിഷൻ എന്ന് ചോദിച്ചാൽ, സ്നേഹത്തിന്റെ അനർഗളമായ ഒഴുക്ക്, സ്നേഹത്തിന്റെ അനർഗളമായ ഒഴുക്ക്, നന്മയുടെ സ്വതന്ത്രമായ പങ്കിടി, ഷെയറിങ് എവിടെ ഉണ്ട്? ത്രിയേക ദൈവത്തിലാണ് സ്നേഹമുള്ളത്, ത്രിയേക ദൈവത്തിലാണ് പങ്കിടിലുള്ളത്, ത്രിയേക ദൈവത്തിലാണ് പിന്നെ ത്യജിക്കാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉള്ളത്. തന്റെ സ്വന്തം പുത്രനെ താഴേക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം, യഹോവയായ ദൈവം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഇയ്യോബിനെ തുടരുത് എന്ന് സാത്താനോട് കൽപ്പിക്കുന്നുണ്ട്. ഇയ്യോബിനെ തുടരുതെന്ന് സാത്താനോട് കൽപ്പിക്കുന്നുണ്ട്. എന്താ കാര്യം? അവൻ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് അവനെ തുടരുത് എന്ന് പറയുന്നു. പക്ഷെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവനെ തുടരുതെന്ന് പറയുന്നില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞില്ല, അവനെ തുടരുതെന്ന് പറഞ്ഞില്ല. അവനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇയ്യോബിനോട് പറഞ്ഞ്, സാത്താനോട് അവന്റെ ദേഹത്ത് കൈ തൊടരുത്, അവന്റെ ദേഹത്ത് സ്പർശിക്കരുത്. പക്ഷെ സ്വന്തം പുത്രനെ അയച്ചു കൊടുത്തപ്പോൾ ആ പരിഗണന കൊടുത്തില്ല. കാരണം ത്യജിച്ചു കൊടുക്കുകയായിരുന്നു, അവനെ ക്രൂശിൽ വിട്ടുകൊടുക്കുകയായിരുന്നു പിതാവാം ദൈവം. സ്വന്തം പുത്രൻ അതിനുവേണ്ടി സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താണിറങ്ങി വന്നത്. എന്റെ സിംഹാസനം വിട്ട് സമത്വം മുറുകെ പിടിക്കാതെ താണിറങ്ങി വരികയാണ് ചെയ്തത്. നിങ്ങൾക്കത് മനസ്സിലായോ? അപ്പോൾ അവിടെ മിഷന്റെ ആ നിത്യ സ്നേഹവും, മിഷന്റെ സ്വാതന്ത്ര്യവും, മിഷന്റെ പങ്കിടയിലും എവിടെയാ കാണുന്നത്? തൃത്വത്തിലാണ് കാണുന്നത്. വീണ്ടും പറയുന്നു, അത് വർഗീയതയുടെ സ്വാർത്ഥതയ്ക്ക് അതീതമായി ദരിദ്രരോട് പങ്കുചേരുന്നതും, മഴവില്ലിൽ 7 നിറങ്ങൾ പോലെ വിവിധ ജാതികളും ഭാഷക്കാരും ഗോത്രങ്ങളും വംശങ്ങളും ഒന്നോടൊന്ന് തോളുരുമ്മി മനോഹരത കാഴ്ചവെക്കുന്നതും, അവരിൽ കൂടെ ദൈവീക പ്രകാശം താഴേക്ക് വീഴുന്നതും അതാണ് യഥാർത്ഥ മിഷൻ എന്ന് ഉസ്താദ് തിരുമേനി പറയുകയാണ്. വീണ്ടും പറയുന്നു, അത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന കർത്തൃവചനം അനുസരിച്ച് തിന്മയെ തോൽപ്പിക്കുവാൻ വേണ്ടി നന്മയെ പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീത ആത്മമാരിയാണ് എന്ത്? മിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് സങ്കല്പങ്ങൾക്കും അതീതമാണ്, ഘടനകളെ ഉടയ്ക്കുന്നതാണ്. ഒരു മനുഷ്യൻ
അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് മിഷൻ പ്രവർത്തനങ്ങൾ കൊണ്ട്, ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രേഷിത വേല കൊണ്ട്, പ്രേഷിത ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി മറ്റുള്ളവർക്ക് ചെയ്യുക. അതുകൊണ്ട് മനുഷ്യാവതാരം ദൈവത്തിൽ ആരംഭിക്കും പോലെ മിഷനും ദൈവത്തിൽ ആരംഭിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. മനുഷ്യനിൽ നിന്ന് ആരംഭിച്ചതല്ല മിഷൻ പ്രവർത്തനം, ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണ് മിഷൻ പ്രവർത്തനം. അവൻ താണിറങ്ങി വന്നതാണ് അവന്റെ മിഷൻ പ്രവർത്തനം. അവൻ പാതാളത്തിലേക്ക് പോയതാണ് അവന്റെ മിഷൻ പ്രവർത്തനം. എന്റെ ഒസ്താസിന് വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആദാം വീണ് പോയിട്ടും കെരൂബുകളെ നിർത്തിയിട്ടും ആദാം അനുതപിക്കുന്നതിന് കാത്തിരുന്നവനാണ് ദൈവം. ആദാമിന്റെ കൂടെ നടന്ന് അവനോട് വീണ്ടും അവന്റെ അരികെ ചേർന്ന് ചെന്നപ്പോഴാണ് ചോദ്യം ചോദിക്കുന്നതും ഇവൻ നാണം കൊണ്ട് മറയുന്നതും. അപ്പോൾ ഈ ശിക്ഷയ്ക്കും രക്ഷ മറവ് ചെയ്ത് വെച്ചിരുന്നു. ശിക്ഷ എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആദാമിനെ ശിക്ഷിച്ചു, അവൻ പാപത്തിൽ വീണു. പക്ഷേ ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം അവനെ പരിഗണന കൊടുത്തുകൊണ്ട് അവൻ അടുക്കെ ചെന്നിരുന്നു. പക്ഷേ ആ ശിക്ഷ നൽകിയത് രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ആദാമിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ വീഴ്ചയായിട്ട് നിലനിന്ന് പിന്നെ സ്വന്തം പുത്രനെ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. മിഷന്റെ അടിസ്ഥാനങ്ങളിൽ 8 പഴയ കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. 8 പഴയ അടിസ്ഥാന തത്വങ്ങൾ മിഷന്റെ മായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നറിയാവോ? അത് സംസ്കാരം, മനുഷ്യൻ, വെളിപാട്, യുഗാന്ത്യ ദൈവശാസ്ത്രം, ദൈവരാജ്യം, വേദപുസ്തകം, സഭ, ക്രിസ്തു. ഇങ്ങോട്ട് പറയാം, ഈ മിഷന്റെ ഈ 7 അടിസ്ഥാന തത്വങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലെ സംസ്കാരം നിശ്ചയമായും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നാട്ടിലെ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണം. അവരുടെ വിദ്യാഭ്യാസം നമ്മൾ ചോദിച്ചറിയണം. അവരുടെ വസ്ത്രധാരണം നമ്മൾ തിരിച്ചറിയണം. പിന്നെ വെളിപാടില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു തിരിച്ചറിവ് വേണം, ദീർഘവീക്ഷണം വേണം, പ്രവാചക ദൗത്യത്തോടു കൂടിയുള്ള പ്രവർത്തനം വേണം. വെളിപാട് നിശ്ചയം, ഒരു തിരി നമ്മളിൽ ആളി കത്തണം. വെളിപാടുണ്ടാകണം, റെവലേഷൻ ഉണ്ടാകണം, യുഗാന്ത്യ ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ രണ്ടാമത്തെ വരവിനെ കുറിച്ചും ക്രിസ്തു നീതിമാനായ ദൈവമാണെന്നും അവൻ ഏകരക്ഷകനാണെന്നും പറയുന്നതിനോടൊപ്പം ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണെന്നും ഇതിനപ്പുറത്തേക്കുള്ള യഥാർത്ഥ വാസം ഉണ്ടെന്നുള്ള യുഗാന്ത്യപരമായ ദർശനം ഉണ്ടായിരിക്കണം. മിഷൻ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായ വേണ്ട ഒരു സംഗതിയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ചാ, ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ ദൈവരാജ്യത്തെ കുറിച്ചാ. നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ദൈവരാജ്യത്തെ കുറിച്ച് തന്നെയാണ്. വേദപുസ്തകം അറിയണം, സഭയെ കുറിച്ച് അറിയണം. സഭയാണ് ക്രിസ്തുവിന്റെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതിലുപരി ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. ഈ 7 അടിസ്ഥാന തത്വങ്ങൾ നിശ്ചയമായും മിഷൻ പ്രവർത്തനത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒസ്താദ് തിരുമേനി പറയും ഇത് അപൂർണമാണ്. കൂടാതെ വേറൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ത്രിയേക ദൈവത്തിന്റെ തൃത്വാധിഷ്ഠിത മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം. ഓരോ മിഷനറിയും, ഓരോ പ്രേക്ഷിത വേല ചെയ്യുന്നവനും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ സഭ ഇടപെടുന്ന ഓരോ മേഖലയിലും തൃത്വാധിഷ്ഠിത മിഷൻ പ്രവർത്തനത്തിന് മുഖ്യ ഊന്നൽ കൊടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. ഈ 7 അടിസ്ഥാന പ്രമാണങ്ങൾ നിലനിൽക്കുമ്പോഴും തൃത്വാധിഷ്ഠിത സമീപനം മറച്ചു വെക്കാൻ പാടില്ല എന്ന് ഉസ്താദ് തിരുമേനി പറയുന്നു. ആധുനിക മനുഷ്യൻ ഹരിത വിപ്ലവം നടത്തി കൂടുതൽ ധാന്യം വിളയിക്കുന്നു. ആധുനിക മനുഷ്യൻ സ്പേസിൽ പോകുന്നു. ആധുനിക മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം മനുഷ്യന് സാധിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം മനുഷ്യന് സാധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് മൂലമാണ്. അങ്ങനെയെങ്കിൽ സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് മിഷൻ. നിങ്ങൾ ചിന്തിച്ചേ, ഞാൻ ഈ പറഞ്ഞത് കള്ളമാണോ? നിങ്ങൾ ചിന്തിച്ചേ. ഓരോ സ്പേസ് എക്സ് പോയ സമയത്ത് അത് അവരുടെ ഒരു മിഷനാണ്. നമ്മളുടെ ഉപഗ്രഹം, നമ്മളുടെ ചാന്ദ്ര പരിവേഷണ സംഘം അവരുടെ ഒരു മിഷനാണ്. അവരേറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം ഈ മണ്ണിൽ കാഴ്ചവെക്കാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് മിഷൻ പ്രവർത്തനമാണ്. ആ മിഷൻ പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതിൽ കുറവുകളില്ലാതെ സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു ജാഗ്രതയും വ്യഗ്രതയും അഭിവാഞ്ചയും ആവേശവും നമ്മൾ കാണണം. അതാണ് ഒസ്താദ് സിനിമ. ആ ഒരു ആവേശമാണ് ഒസ്താദ് സിനിമ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പറയാൻ തുനിയുമ്പോൾ അദ്ദേഹം അതിയായ ആവേശത്തോടും
ഭയങ്കരമായ സ്നേഹത്തോടും ശബ്ദത്തോടും ഒക്കെയാണ് നമ്മളോട് സംവദിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നത്. ആ ഒരു ആവേശം എന്തോ എനിക്കും നിങ്ങൾക്കും ഒന്നും ഇല്ലാതെ പോകുന്നു, പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നു, പുതിയ ആളുകൾക്ക്, പുതിയ നേതൃത്വം നൽകുന്നവർക്ക് ഈ ഒസ്താദി സിനിമയിൽ കണ്ട ആവേശം എവിടെയോ ഇല്ലാണ്ട് പോകുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പം സ്നേഹത്തിന്റെ നീതിയുക്തമായ പങ്കിടിയിൽ മിഷന്റെ ഒഴിച്ചുകൂടാത്ത ഭാഗമാണ്. മിഷനും സാമൂഹ്യ നീതിക്കായിട്ടുള്ള അഭിവാഞ്ചയും ദൈവശാസ്ത്രാധിഷ്ഠിതമാണെങ്കിൽ നമ്മൾ ത്രിയേക ദൈവത്തിന്റെ സാമൂഹ്യാധിഷ്ഠിത പരിവർത്തനം കാണുവാൻ കിടക്കുന്നതേ ഉള്ളൂ. സമൂഹത്തിലേക്ക് ത്രിയേക ദൈവത്തിന്റെ പരിവർത്തനം ചെയ്യുന്ന സ്നേഹം ഇറങ്ങി വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ത്രിയേക ദൈവത്തിലെ സ്നേഹം, ത്രിയേക ദൈവത്തിലെ പങ്കിടിയിൽ നമ്മൾ മിഷണറി പ്രവർത്തനത്തിന് ആദ്യോടന്തം ഉപയോഗിക്കണമെന്ന് ഒസ്താദ് തിരുമേനി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. വീണ്ടും പറയുന്നു, നമ്മളുടെ മനുഷ്യാവതാരം ദൈവത്തിൽ ആരംഭിക്കും പോലെ മിഷൻ ദൈവത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ബസലേലിനെ കുറിച്ച് കാണുന്നുണ്ട്. ബസലേലാണ് വളരെ നൈപുണ്യമുള്ളവനായിരുന്നു. ബസലേൽ ചെയ്തത് എന്താണ്? കൊത്തുപണിയിൽ വളരെ വിദഗ്ധനായിരുന്നു. അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഓരോ നൈപുണ്യവും, കലയാണെങ്കിലും നമ്മളുടെ പിന്നെ ഏതെങ്കിലും മേഖലകൾ, വിജയിച്ച മേഖലകളാണെങ്കിലും നമ്മുടെ പരീക്ഷണശാലകളാണെങ്കിലും എവിടെയാണെങ്കിലും ആ നൈപുണ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ നൈപുണ്യത്തിന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ നൽവരമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ നൈപുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അതിന്റെ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ആ ഒരു ബാധ്യത നമുക്കുണ്ട്. ഇതും മിഷൻ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ മിഷന്റെ മാതൃക എന്ന് പറഞ്ഞാൽ അടിവരയിട്ട് പറയുന്നു, അത് തൃത്വമാണ്. വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സാമൂഹികത. നമുക്കിതൊന്നും അത്ര കണ്ട് ദഹിക്കുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ പറഞ്ഞാൽ. ഉസ്താദ് തിരുമേനി പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാമൂഹികത, അതായത് ആത്മാവ് വ്യക്തിപരമല്ല. അല്പം ദാർശനിക സ്വഭാവമുള്ളതാണ്. ആത്മാവ് വ്യക്തിപരമല്ല, പിന്നെന്താണ്? സാമൂഹ്യമാണ്. ആത്മാവ് വ്യക്തിപരമല്ല, സാമൂഹ്യമാണ്. ശരിയാണ്, ആത്മാവ് വ്യക്തിയിൽ പരിവർത്തിച്ച് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നായി എന്നർത്ഥം. അപ്പൊ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് അത് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകണം. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? വ്യക്തിപരമല്ല, അത് സാമൂഹ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ ഭക്തി, ഇതൊക്കെ വ്യക്തിപരമാണോ? അല്ലെങ്കിൽ പരസ്പരത കൂടാതെ, മനോഹരമായ ഒരു വാക്കാണ്, പരസ്പരത കൂടാതെ നമുക്ക് ഒന്നും ആർജിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആരും ഒന്നും നേടുന്നില്ല. എന്തെന്നറിയാവോ? ടാർ ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. അവർ കഷ്ടപ്പെട്ട് വെയിലത്ത് ജോലി ചെയ്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ വാഹനം ഓടിക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അഭിമാനിക്കാം. പക്ഷെ ഞാൻ കൊടുക്കുന്ന ടാക്സ് ചിലപ്പോൾ വൺ ടൈം ടാക്സ് ആണെങ്കിൽ അത് 15 വർഷത്തേക്കുള്ള ടാക്സ് 20,000 30,000 ആയിരിക്കാം. പക്ഷെ ഒന്ന് ഓർത്ത് പോയിക്ക്, 30,000 രൂപ ഞാൻ കൊടുത്തിട്ട് ആ 30,000 രൂപയ്ക്ക് ടാർ ചെയ്യാൻ നിന്നാൽ എത്ര ദൂരം ടാർ ചെയ്യാൻ പറ്റും? ഒരു 100 മീറ്റർ ദൂരം ടാർ ചെയ്യാനുള്ള മിറ്റിലും ടാറും കിട്ടുമോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമായിരിക്കും 100 മീറ്റർ. പക്ഷെ ഞാൻ ഓടിക്കുന്നത് കിലോമീറ്റർ കണക്കുകൾ ദൂരമാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അടച്ച ടാക്സ് കൊണ്ട് മാത്രമല്ല ഞാൻ ഓടുന്നത്. ഇതിന് പറയുന്നതാണ് പരസ്പരത. പരസ്പരത ഇല്ലാതെ, അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ സാമൂഹിക ജീവിയാണെന്ന് പറയുന്നത്. നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. പരസ്പരത. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്, വിത്തെറിയുന്നത് കൊണ്ടാണ്, വിതയ്ക്കുന്നത് കൊണ്ടാണ്, കൊയ്യുന്നത് കൊണ്ടാണ് ഞാൻ അന്നം കഴിക്കുന്നത്. ഞാൻ 40 രൂപ 45 രൂപ 50 രൂപ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ ആളില്ല എങ്കിൽ എൻ്റെ കാശ്, എൻ്റെ നോട്ട് കടലാസ് കെട്ട് മാത്രമാണ്. നിങ്ങൾ കണ്ടു കാണും, കോവിഡ് കാലഘട്ടത്ത് ഇറ്റലിയിലെ വലിയ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോട്ട് കെട്ടുകൾ, വെറും നോട്ട് കെട്ട്, കടലാസുകളുടെ വില പോലും ഇല്ലാതെ താഴേക്ക് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ കണ്ടു കാണും കോവിഡ് കാലത്ത്. കാരണം വിലയില്ല. ആശുപത്രി വരാന്തകളിൽ പോലും സ്ഥലമില്ല. അവിടുത്തെ വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. ആശുപത്രി വരാന്തകളിൽ പോലും സ്ഥലമില്ലാതെ ഗേറ്റിന്റെ അപ്പുറത്ത് രോഗികളും മരിച്ച ആളുകൾ വീണ് കിടക്കുകയാണ്. അവിടെയാണ് ഈ നോട്ടൊക്കെ, കടലാസ് കെട്ടിന്റെ വില പോലും ഇല്ലാതെ താഴേക്ക് വലിച്ചെറിയുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പരസ്പരത ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും. എന്തിനു പറയുന്നു? ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ല എങ്കിൽ നമ്മുടെ വീടുകൾ എങ്ങനെ നിർമ്മിക്കും? ഇതര സംസ്ഥാന തൊഴിലാളികളില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള പണികൾ, കൂലിപ്പണി പോലുള്ള കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കും? മലയാളികളില്ല, നമ്മൾ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല.
ചെയ്യണം, ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതിൽ ഒട്ടും നാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ആരും ചെയ്യുന്നില്ല. നമ്മൾ ജീവിതശൈലി രോഗത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് പരസ്പരത കൂടാതെ ആരും ഒന്നും ആർജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ, അവിടെയാണ് പോയിന്റ്, അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിന്റെയും കൂടാണ് ഞാൻ ധനം ആർജിക്കുന്നതെങ്കിൽ അത് വീതിച്ചു കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ദശാംശം കൊടുക്കുന്നതിന്റെ ഒരു തത്വം അതാണ്. അതോടൊപ്പം ഈ ലോകത്തിൽ പാവപ്പെട്ടവരുള്ളത് കൊണ്ട് ഞാൻ ധനികനായിരിക്കുന്നത് പാവമാണെന്ന് ഉസ്താദ് തിരുമേനി പറയുന്നു. അപ്പോൾ എന്നിലേക്ക് പണം സമാഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്നിലേക്ക് പണം ധാരാളമായി എത്തുകയും എൻ്റെ സമീപത്തുള്ളവൻ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ടോ അവൻ പട്ടിണിയിലും പരിവട്ടത്തിലും കടത്തിലുമാണെങ്കിൽ നിശ്ചയമായിട്ട് ഓർത്തോ, അവൻ കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു പാരസ്പര്യത്തിന്റെ ഭാഗമായി അവൻ പോലും അറിയാതെ എന്നിലേക്ക് പണം ഒഴുകിയെത്തിയിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് വാദിച്ചിട്ട് കാര്യമില്ല. അത് വീതം വെച്ച് കൊടുക്കുവാൻ, ഭംഗിയായി ഭാഗിച്ചു കൊടുക്കുവാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഉസ്താദ് തിരുമേനി ഇവിടെ പറയുന്നത്. അപ്പം വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് സൂക്ഷ്മ മാതൃകയാണെങ്കിൽ മനുഷ്യാവതാരം സ്ഥൂല മാതൃകയാണ്. സൂക്ഷ്മവും സ്ഥൂലവും നിങ്ങൾക്ക് അറിയാം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമാണ്. സ്ഥൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അങ്ങിങ്ങായിട്ട് കിടക്കുന്ന സംഗതിയാണ്, സ്ഥൂലമായിട്ട് കിടക്കുന്നതാണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കൃത്യമാണ്, പർട്ടിക്കുലറാണ്, അത് ഗഹനമാണ്, ഗോപ്യമാണ്. പക്ഷേ അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ വിശുദ്ധ തൃത്വം സൂക്ഷ്മമാണ്, ദാർശനികമായിട്ടൊരു ചിന്തയാണ്. എന്നാൽ മനുഷ്യാവതാരം എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലമാണ്. അപ്പൊ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു സ്ഥൂലമായി അങ്ങിങ്ങായി വന്ന് നമ്മളെ എല്ലാം അവനിലേക്ക് ചേർത്തു. ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മളെ പഠിപ്പിച്ചു തന്നു. സ്ഥൂലമായ മനുഷ്യാവതാരത്താൽ സൂക്ഷ്മമായ തൃത്വത്തെ മനസ്സിലാക്കി തന്നു. ഒന്നുകൂടെ പറയാം, ക്രിസ്തു ഇറങ്ങി വന്ന് അവന്റെ സ്ഥൂലമായ മനുഷ്യാവതാരം കൊണ്ടുണ്ടായ ലാഭം എന്താണ്? സൂക്ഷ്മമായ ത്രിയേക ദൈവത്തെ, നിർവചിക്കാൻ പറ്റാത്ത അനിർവചനീയമായ തൃത്വത്തിന്റെ ആ യഥാർത്ഥ സത്തയെ, അന്തസത്തയെ നമുക്ക് മനസ്സിലാക്കാം. അവന്റെ ഉണ്മ എന്താണെന്ന് പുത്രൻ തമ്പുരൻ നമുക്ക് മനസ്സിലാക്കി തന്നു. കാരണം പുത്രൻ വന്നത് പിതാവിന്റെ അടുക്കിൽ നിന്നാണ്. പിതാവിന്റെ അടുക്കിൽ നിന്ന് വന്ന പുത്രൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആയതിനാൽ ആ പുത്രൻ തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന പിതാവിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ത്രിയേക ദൈവം ആരിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പുത്രൻ തമ്പുരാനിലൂടെയാണ്. അതുകൊണ്ട് ഉസ്താദ് തിരുമേനി പറയുന്നു, സ്ഥൂലമായ മനുഷ്യാവതാരത്തിലൂടെ സൂക്ഷ്മമായ ത്രിയേക ദൈവത്തെ നമുക്കവൻ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം അങ്ങോട്ട് പോകുന്നത്. ഞാൻ വളരെ സമയം പോയതുകൊണ്ട് പെട്ടെന്ന് പറയാം. അതായത് ക്രിസ്തു ആരാണെന്ന് പറയുന്നത്? കഷ്ടം സഹിക്കുന്ന മിഷൻ മാതൃക. ക്രിസ്തു ക്രൂശിൽ കഷ്ടം സഹിച്ചതുപോലെ നമ്മൾ എന്താണ് കഷ്ടം സഹിക്കേണ്ട ഒരു മിഷണറി മാതൃക പറയുന്നുണ്ട്. അത് യെശയ്യാ പ്രവചനം 53 അധ്യായത്തിനാണ് ഈ സഫറിങ് സെർവന്റിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മിഷൻ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കഷ്ടാനുഭവമായിരിക്കണം. സ്വയം പരിത്യാഗ മിഷൻ, സ്നേഹത്തിന്റെ പങ്കിടൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ച് ചോദിച്ചാല്, പഴയ നിയമത്തിൽ 2-ാം യശയ്യാപ്രവാചകനാണ് അതിനെക്കുറിച്ച് പറയുന്നത്. രൂപഗുണമില്ല, കോമളത്വമില്ല, നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അതുപോലെ നമ്മളും തകർക്കപ്പെടണം. വീണ്ടും പറയുന്നു, നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേർന്ന് നാമും അവനെ പോലെ മറ്റുള്ളവരെ നീതീകരിക്കണം. അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. ഒരു സംശയവും വേണ്ട, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നമ്മളും അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അധ്യായത്തിലും ഈ പുസ്തകത്തിലും സ്വയപരിത്യാഗ മിഷനെ കുറിച്ചാണ് പറയുന്നത്. സ്വയപരിത്യാഗ മിഷൻ, വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മളുടെ മിഷൻ വേല എന്താണെന്നും മിഷണറിയുടെ പ്രവർത്തനം ചെയ്യേണ്ട വയൽ ഏതാണെന്നും തിരഞ്ഞെടുക്കുന്ന ആരാ? ഞാനാണോ? അല്ല. നിങ്ങളാണോ? അല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവാണ് തിരഞ്ഞെടുക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു അങ്ങോട്ട് പോകാൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. ആസിയയിലെ സഭക്കാര് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് പോകരുത്, അവിടെ പോയാൽ നിനക്ക് മരണം സംഭവിക്കും. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? പോയി മരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ക്രിസ്തുവിന് വേണ്ടി ജെറുസലേമിൽ പോയി മരണം ഭരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. ഇങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മിഷൻ പ്രവർത്തനത്തിനുള്ള വയൽ തിരഞ്ഞെടുക്കുന്നത് പോലും സത്യത്തിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഇങ്ങനെ നിത്യവചനമായ ക്രിസ്തുവിലേക്കുള്ള
വലിയൊരു പിന്നെ ഏകീഭവിക്കൽ നടക്കുന്നത് മിഷണറി പ്രവർത്തനത്തിലൂടെയാണ്. ദരിദ്ര സഭയായിട്ട് നമ്മൾ മാറണം എന്നാണ് ഉസ്താദ് തിരുമേനി പറയുന്നത്. അത്ര എളുപ്പമല്ല. എന്താണ് ദരിദ്ര സഭ എന്നാണ്? മാക്സ് വെബർ അത് പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന 2 പ്രവണതകളുണ്ട്. അത് പറഞ്ഞു ഞാൻ ദരിദ്ര സഭയെ കുറിച്ച് പറയാം. മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന 2 പ്രവണതകളുണ്ട്. ഒന്ന് പൗരോഹിത്യം, 2 പ്രവാചകത്വം. ഈ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത പാരമ്പര്യങ്ങളെ കുറിച്ച് വേണ്ടി വാദിക്കുകയും പാരമ്പര്യ സ്വഭാവം നിലനിർത്തുകയും ചെയ്യുമ്പോൾ, പ്രവാചകത്വം എന്താ ചെയ്യുന്നത് അറിയാമോ? പ്രവാചകത്വം പ്രധാനമായിട്ട് മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാ പ്രവാചകത്വത്തിന്റെ പ്രത്യേകത. മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പൗരോഹിത്യത്തിന്റെ പ്രത്യേകത പാരമ്പര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, നിലനിൽക്കുന്ന സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഈ പ്രവാചകത്വത്തിലാണ് ലിബറേഷൻ തിയോളജി വരുന്നത്, വിമോചന ദൗത്യങ്ങളെ കുറിച്ച് വരുന്നത്, വിമോചന തത്വങ്ങൾ വരുന്നത്, കോണ്ടക്ച്വൽ തിയോളജികൾ വരുന്നത്, സാന്ദർഭികമായ അടിസ്ഥാനത്തിലുള്ള തിയോളജി, അതായത് ഫെമിനിസ്റ്റ് തിയോളജികൾ, വിമോചന ദൗത്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, എക്കോ തിയോളജി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. മാറ്റങ്ങൾക്ക് വിധേയപ്പെടണമെന്ന് കർക്കശ സ്വഭാവത്തോടു കൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക. അതെനിക്ക് പറ്റുമോ, നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ നിലനിൽക്കുന്ന സംവിധാനത്തിൽ ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ആ അച്ചടക്കം പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവത്തിൽ നിലനിൽക്കാതെ മാറ്റങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയും മാറ്റങ്ങൾക്ക് വേണ്ടി പൊരുതുകയും പ്രവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം. അതാണ് ഒരു പ്രവാചക ദൗത്യം. അപ്പൊ ഓരോ മിഷണറിയിലും എന്തുണ്ട്? ഒരു പ്രവാചക ദൗത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓരോ മിഷണറിയിലും എന്തുണ്ട്? ഒരു പ്രവാചക ദൗത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പൊ 2 ഉപമ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഉസ്താദ് തിരുമേനി ഇവിടെ കമ്മ്യൂണിസത്തെ കുറിച്ചും ക്യാപിറ്റലിസത്തെ കുറിച്ചും പറയുന്നുണ്ട്. അത് അല്പം നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുമ്പോൾ 3-ാം മണിക്ക് വന്നവനും 6-ാം മണിക്ക് വന്നവനും 11-ാം മണിക്ക് വന്നവനും എല്ലാം കൂലി ഒന്നാ കൊടുത്തത്. അപ്പൊ ഈ മിഷണറി പ്രവർത്തനത്തിൽ സ്വാർത്ഥത പാടില്ല, പ്രതീക്ഷ പാടില്ല. നമ്മൾ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ദരിദ്രന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിൽ 3-ാം മണിക്ക് ചെന്നവനും 6-ാം മണിക്ക് ചെന്നവനും 11-ാം മണിക്ക് ചെന്നവനും നമ്മൾ പരസ്പരം കൂലി ഒത്തുനോക്കി ധാരണയിൽ എത്തുന്നതിന് പകരം ദൈവം തരുന്നതാണ്, ദൈവമാണ് ആ കൂലി കൊടുക്കുന്നത്. എല്ലാവർക്കും സമഭാവനയോടെ ആ ഒരു സ്ഥിതിസമത്വം ഉറപ്പാക്കിക്കൊണ്ട് കൂലി കൊടുക്കുക. ഇത് കമ്മ്യൂണിസം ആണെന്ന് തിരുമേനി പറയുന്നത്. പിന്നെ പറയുന്നത് കമ്മ്യൂണിസം എന്ന് ആ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല, അതൊരു സോഷ്യലിസമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ദൈവത്തിൽ നിരക്കുന്നതല്ലാത്തത് കൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഈശ്വര വിശ്വാസികൾ അല്ലാത്തത് കൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇതൊരു സോഷ്യലിസ്റ്റ് ആശയമായതിനാൽ നല്ലതാണ് എന്ന് തിരുമേനി അവിടെ പറയുന്നുണ്ട്. രണ്ടാമത് ക്യാപിറ്റലിസത്തെ കുറിച്ച് പറയുന്നത്, നിന്റെ ദ്രഹ്മകൾ അത് കുഴിച്ചിടാതെ, നിന്റെ താലന്ത് കുഴിച്ചിടാതെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൂടെ? അങ്ങനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നത് ക്യാപിറ്റലിസമാണ്. അപ്പം കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഉണ്ട്. ഇത് 2 കൊണ്ടൊന്ന് ചേർത്താലോ? സ്ഥിതിസമത്വം ഉറപ്പിക്കുകയും അധ്വാനത്തിന് വിലമതിക്കുകയും മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന വ്യത്യാസമില്ലാതെ ഏകഭാവത്തിൽ ഏക സ്വഭാവത്തിൽ മുന്നേറാനായിട്ട് നിനക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു സ്ഥിതിസമത്വം നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൂടെ? അതിനെന്താണ് മാർഗം? അങ്ങനെ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും കൂടെ ചേർത്ത് ക്രിസ്തു കുടുംബ സങ്കല്പത്തിലേക്ക്, ഒരു നവകുടുംബ സങ്കല്പത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുമോ? വരാൻ സാധിക്കണമെന്ന് ഉസ്താദ് തിരുമേനി പറയുന്നു. അപ്പൊ ഘടനകളെല്ലാം പൊളിച്ചെഴുതി പുതിയ ഘടനകൾ വരണം. ആ പുതിയ ഘടനയിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കെനോട്ടിക് ക്രിസ്തുശാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് സഭ സമ്പത്തിന്റെ പുറകെ പോകാതെ സഭ ദരിദ്രരുടെ കൂടെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഈ പാഠത്തിന്റെ അവസാന ഭാഗത്താണ് വിമോചനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സഭ വികസനത്തിന് ആക്കം കൂട്ടുന്ന പ്രസ്ഥാനമായിട്ട് നിലനിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. സഭയുടെ ദാർശനികമായ ഭാവം, സഭയുടെ പ്രത്യേകമായ എക്യൂമെനിക്കൽ ദർശനങ്ങൾ, സഭ ഈ ലോകത്തിൽ കൊടുക്കുന്ന സാക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ WCCയിൽ സഭയുടെ പ്രാതിനിധ്യം എന്താണ്, റിസോഴ്സസുകൾ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള വിഭവങ്ങളെ സൂക്ഷിച്ച് കൈയടക്കി വെക്കാനല്ല. സഭ കുരിശുമാല ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, സ്വർണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഉപേക്ഷിക്കാം. അദ്ദേഹം പറയുന്നത് വേണമെന്ന് വെച്ചാൽ ആഡംബരങ്ങൾ ഉപേക്ഷിക്കാം, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് നല്ലതാണ്. പക്ഷേ മിഷണറി ദൗത്യം മറന്നു കളയരുത്.
സഭയുടെ യഥാർത്ഥ മിഷണറി ദൗത്യം മറന്നു കളയരുത്. തൃത്വാധിഷ്ഠിതമായിട്ടുള്ള സ്നേഹത്തിൽ, നിത്യസ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മിഷൻ പ്രവർത്തനം ചെയ്യണം. ദരിദ്ര സഭയായിട്ട് ഇത് മാറണം. അതെങ്ങനെ ദരിദ്ര സഭയായിട്ട് മാറാൻ പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റുകളെല്ലാം കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയണം എന്നുള്ള അർത്ഥമല്ല. അതിന്റെ അർത്ഥം ഇതാണ്. പിന്നെയോ, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെയോ സമ്പന്നരായി ജനിച്ചവർ സ്വയം ദാരിദ്ര്യം തേടി കണ്ടെത്തുന്നതും അതിൽ ആനന്ദിക്കുന്നതുമായ ഒരു ആത്മീക അനുഭൂതിയെ കുറിച്ചാണ് ഉസ്താദ് തിരുമേനി പറയുന്നത്. സമ്പന്നരായിട്ടുള്ള മനുഷ്യർ സ്വയം ദാരിദ്ര്യം കണ്ടുപിടിച്ച് തേടിച്ചെന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് എന്ത്? ദാരിദ്ര്യം. നമ്മെ സമ്പന്നരാക്കുവാൻ മശിഹ ദരിദ്രനായതുപോലെ ഭാരതത്തിൽ പട്ടിണിയായവരുടെ കീഴിൽ കഴിയുന്ന ഏതാണ്ട് 48% ആളുകളുണ്ട്, പട്ടിണിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ക്രിസ്തു ദരിദ്രനായതുപോലെ നമ്മളും ദരിദ്രരാകണം. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ദൗത്യം ആരാ ഏറ്റെടുക്കേണ്ടത്? സഭയാണ് ഏറ്റെടുക്കേണ്ടത്. സഭ ഈ സമ്പത്തുകൾ കൈയടക്കി വെക്കാതെ സമ്പത്തുകൾ വിതരണം ചെയ്യണം. റിസോഴ്സസുകൾ ധാരാളമുണ്ട്. ആ റിസോഴ്സസുകൾ കണ്ടെത്തി ഓരോരുത്തർക്കും ഈക്വലായി, സമമായി വിഭാഗിച്ചു കൊടുക്കണം. അതാണ് മന്നയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ. എക്കണോമി ഓഫ് മന്ന എന്താണ്? മന്നയുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൂടുതൽ പിറക്കിയവർക്ക് കൂടുതലും കണ്ടില്ല, കുറവ് പിറക്കിയവർക്ക് കുറവും കണ്ടില്ല. എത്ര മനോഹരമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം എന്ന് ഓർത്തു വയ്ക്കുക. അതാണ് നീതിയുടെ ശാസ്ത്രം, അതാണ് സ്ഥിതി സമത്വത്തിന്റെ ശാസ്ത്രം. ഇക്വിലിബ്രിയമാണ്. അവിടെ ഒരു ഇക്വിലിബ്രിയമാണ് ഉണ്ടായത്. എന്താണ്? കൂടുതൽ കൈയിട്ട് പെറുക്കി, ഒന്നും കൂടുതലായിട്ട് കണ്ടില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ചെന്നപ്പോഴത്തേക്ക് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ എല്ലാം പെറുക്കിയെടുത്തു. എനിക്ക് കുറച്ചേ പെറുക്കാൻ പറ്റിയുള്ള നിരാശയാണ്. പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുറവും കണ്ടില്ല. കൂടുതൽ പിറക്കുക അവന്റെ കൂടെയിലൊക്കെ നോക്കുകയാണ്, എനിക്ക് കൂടുതൽ കിട്ടി. പക്ഷെ അവനൊന്നും കൂടുതൽ കണ്ടില്ല. കുറവ് പിറക്കിയതിന് നിരാശയായിരുന്നു. പക്ഷെ അവൻ നോക്കിയപ്പോൾ അവന്റെ കുറവും കണ്ടില്ല. ഇതാണ് മന്നയുടെ സാമ്പത്തിക ശാസ്ത്രം. ആകാശത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത മന്നയുടെ സാമ്പത്തിക ശാസ്ത്രം അതാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടത്. ദരിദ്രരെ സഹായിക്കണം. വീണ്ടും പറയുന്നു, ദരിദ്ര സഭയുടെ ലാക്ക് എന്ന് പറഞ്ഞ ലക്ഷ്യം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനോ കുറയണം, അവനോ വളരണം. സത്യത്തിന് വേണ്ടി എഴുതി തന്നെ ഞാൻ വായിക്കാം. എന്ന് യോഹന്നാൻ സ്നാപകന്റെ ജീവിത ഉദ്ദേശമാണ് സഭ അനുവർത്തിക്കേണ്ടത്. അതിനാൽ വർഗീയതയ്ക്കും സ്വജനപക്ഷപാതത്തിനും ദരിദ്ര സഭ എതിരായിരിക്കണം, എപ്പോഴും എതിരായിരിക്കണം. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസം നോക്കാതെ ഏവരെയും ഉയർത്തുവാൻ സ്വയം താണ് ദരിദ്രരോട് ചേർന്ന് ഭക്ഷിക്കുകയും ജീവിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭയാണ് ദരിദ്ര സഭ. വീണ്ടും പറയുന്നു, നിരീശ്വരരായി അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരും നിർമനുഷ്യരായി വിരാജിക്കുന്ന മുതലാളി വർഗവും നമ്മുടെ സഹോദരന്മാരാണെങ്കിലും ദൈവം മാത്രമാണ് നമ്മുടെ സർവാധികാരി ആയിരിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടിക്കാർ സ്വന്തം പാർട്ടിയെ വളർത്തുവാൻ പണിപ്പെടും പോലെ സഭയിൽ ആളുകളെ ചേർക്കുവാൻ കരയും കടലും ചുറ്റി നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദരിദ്ര സഭ ചെയ്യേണ്ടതല്ല, അങ്ങനെയല്ല. പിന്നെ എന്താണ് ദരിദ്ര സഭ ചെയ്യേണ്ടത്? വിശുദ്ധ തൃത്വത്തിൽ നിത്യമായി വിളങ്ങുന്ന സമത്വ സുന്ദരവും സ്വയം വെറുമയാക്കുന്നതുമായ സ്നേഹത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയ്ക്കായി ആരാധനയും പഠനവും നീതിയും നടത്തുന്നതാണ് ദരിദ്ര സഭ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നാം അംഗമായിരിക്കുന്നത് ഈ ദരിദ്ര സഭയിലാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ദരിദ്ര സഭയിലെ അംഗങ്ങളായ നമ്മൾ സമ്പന്നരാണോ? തീർച്ചയായിട്ടും ദരിദ്ര സഭയിലെ അംഗങ്ങളാണ് നമ്മളതെങ്കിൽ നമ്മൾ ആരാണ്? ദരിദ്രരല്ല, നമ്മൾ സമ്പന്നരാണ്. വീണ്ടും ഉസ്താദ് തിരുമേനി ഒരു ആഹ്വാനം നടത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് പ്രാർത്ഥിക്കുന്നവർ അതിനായി കൊടുക്കുന്ന വിലയാണ് സ്വയം ദരിദ്ര സഭയുടെ അംഗത്വം എടുക്കുക എന്നുള്ളത്. ദരിദ്ര സഭയുടെ അംഗത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഏറ്റവും വലിയ എക്കണോമി എവിടെ കിടക്കുന്ന അറിയാവോ? അന്നത്തെ പോലുള്ള ആഹാരം, അതാത് ദിവസത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് കർത്തൃ പ്രാർത്ഥനയിൽ പറയുന്നതാ. ഞങ്ങൾക്ക് അതാത് ദിവസത്തെ ആഹാരം മതി, അതാത് ദിവസത്തെ ആഹാരം മതി, അതിനുള്ളത് മതി. നാളത്തേക്ക് കരുതി വെക്കുന്നത് ആരാണ്? നിനക്ക് ശുഭഭാവി വരുവാൻ വേണ്ടി ഇരമയ പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി വസ്ത്രത്തിന്റെ ഊടും പാവും നെയ്യുന്നത് പോലെ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നാളത്തേക്ക് കരുതുകയോ നാളത്തേക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. അപ്പൊ സ്ഥിതി സമത്വം, നീതി, ഇതൊക്കെയാണ് ഉസ്താദ് തിരുമേനി പറഞ്ഞത്. കോ എക്സിസ്റ്റൻസ് എന്താ പറയുന്നത്? തൃത്വത്തിലെ ഒരുമിപ്പ്, സാരാംശത്തിലെ ഒന്നായിട്ടുള്ള ആ തൃത്വത്തിലെ മൂന്നാളത്വങ്ങൾ തമ്മിലുള്ള ഒരുമിപ്പും അവർ തമ്മിലുള്ള നിത്യമായ നീതിയിൽ അധിഷ്ഠിതമായ സ്നേഹവും അവർ തമ്മിലുള്ള പങ്കിടിയിലും ഷെയറിങ്ങും നമ്മൾ ജീവിതത്തിലും നമ്മളുടെ മിഷണറി പ്രവർത്തനങ്ങളിലും കാണിക്കണം. അതുകൊണ്ട് പ്രേക്ഷിത ദൗത്യം,
പ്രേക്ഷിത വേല എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിരിക്കണം. അങ്ങനെ ദരിദ്ര സഭയിലെ അംഗങ്ങളായി സമ്പന്നരാകുവാൻ നമ്മൾക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.